ദൂതിനൊരു കാണാ കാറ്റുകളഹംസം. ചില്ലുവെയിലായാലും രാത്രി മഴയായാലും നിന്റെ കിളിവാതിൽക്കൽ വന്നു വിളിക്കാമെന്റെ മുത്തേ. ഏകാന്തമാ ഈ സന്ധ്യയിൽ പ്രേമാഗമാ ഈ വേളയിൽ. ദൂരെയൊരു താരം താഴെയൊരു തീരം ദൂതിനൊരു കാണാ കാറ്റുകളഹം. മായക്കൂടാരത്തിൽ മാടപ്രാവേ നിന്റെ മൂളിപ്പാട്ടിൻ സ്വരം മെല്ലെ കേൾക്കുന്നു ഞാൻ. മായക്കൂടാരത്തിൽ മാടപ്രാവേ നിന്റെ മൂളിപ്പാട്ടിൻ സ്വരം മെല്ലെ കേൾക്കുന്നു ഞാൻ. മാറോടു ചേരാൻ ചാരി പറന്നിറങ്ങാം നെഞ്ചിലെ മിഴിനീരിൻ തുള്ളികൾ മിഴിത്തുവലാലെ കവർന്നെടുക്കാം. ദൂരെയൊരു താരം താഴെയൊരു തീരം ദൂതിനൊരു കാണാ കാറ്റുകളഹം. എല്ലാം സ്വപ്നങ്ങളോ ഏതോ വർണ്ണങ്ങളോ എന്റെ രാഗാർദ്രമാം ജന്മസാഫല്യമോ. എല്ലാം സ്വപ്നങ്ങളോ ഏതോ വർണ്ണങ്ങളോ എന്റെ രാഗാർദ്രമാ ജന്മസാഫല്യമോ. കാണാതെ കാണും മോഹ ഉയിർക്കുരുന്നേ മഞ്ഞിൽ മുങ്ങി മഴവില്ലിൻ ചില്ലയിൽ മലത്തിങ്കളായി നീ തെളിഞ്ഞുവെങ്കിൽ. ഈ രാത്രിയിൽ നിൻവീടിൽ ഹിന്ദോളമാ ഞാൻ മാറിടാം. ദൂരെയൊരു താരം താഴെയൊരു തീരം ദൂതിനൊരു കാണാ കാറ്റുകളഹംസം. ചില്ലുവെയിലായാലും രാത്രി മഴയായാലും നിന്റെ കിളിവാതിൽക്കൽ വന്നു വിളിക്കാമെന്റെ മുത്തേ. ഏകാന്തമാ ഈ സന്ധ്യയിൽ പ്രേമാർദ്രമാ ഈ വേളയിൽ. തിരുമി എന്റെ നടു തിരിഞ്ഞു ഭഗവതി. അതെങ്ങനെ ഒരു പെൺകുട്ടിയെ വലത് കാല് വെച്ച് ഈ വീട്ടിനകത്ത് കേട്ടില്ല എന്നും പറഞ്ഞ് ശബദം എടുത്ത് കാലിൽ നീട്ടി ഇരിക്കുകയല്ലേ എന്റെ മുത്തശ്ശി. എന്നാ ഞാൻ കംസനാവണമെന്ന് അറിയില്ല. കാല് നോക്കിപ്പിടിച്ച് ഇങ്ങനെ മാലു എന്തായത്? മാഷ് എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്താ ഡൈവേഴ്സ് വാങ്ങി തരണോ? കരുനാക്കൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മാഷേ. നാളെ കുട്ടേട്ടന്റെ ബർത്ത്ഡേയാ. ഇല്ലേ വേണോ നാളെ? ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് നടക്കണ ഒരു കാര്യ. എനിക്ക് കുട്ടേട്ടന് കൊടുക്കാൻ ഒരു നല്ല സമ്മാനം വാങ്ങിച്ചു തരണം. ഈ കുടുക്കയില് കാശെത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും കാണും. അതിനെന്താ, ഞാൻ വാങ്ങിച്ചു തരാമല്ലോ. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം. ഇതൊന്നും കുട്ടേട്ടന് അറിയരുത്. ഇല്ലില്ല, അതെനിക്ക് നിർബന്ധ. എന്റെ ഭഗവതി, തന്തയുടെ പ്രായമുള്ള അവന്റെ നേർക്കാ പെണ്ണിന്റെ കണ്ണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി. ഓ മുത്തശ്ശി, അയൽവക്കത്ത് തന്നെ വേണോടാ ഇത്? എന്താന്നോ ശാരദാമ്മയുടെ മരുമോളായിപ്പോ അല്ലെങ്കിൽ നല്ല പുളിച്ച തെറി പറഞ്ഞു. എന്തിനാ കുട്ടിയെ പുളിച്ച തെറി പറയണേ? അതെന്താ ചെയ്തേ? എന്താ ചെയ്തേന്ന്? അതെന്താ ചെയ്തേന്ന് അവളെന്താ നിന്റെ കൈ തന്നെ കൊടുക്ക?
കുടുക്കയല്ല കടുക്ക. നിനക്ക് നല്ല കടുക്ക കഷായം തരണം, എന്നാലേ ഈ രോഗം മാറും. എന്റെ അമ്മേ, ഈ കുടുക്കിനിടയ്ക്ക് ഞാൻ ഇനി കടുക്ക കഷായം കൂടി കുടിക്കണോ? ഇത് കടുപ്പമാണ് അമ്മേ. ഇവളാര്? ഫ്രീഡം ഫൈറ്റർ സരോജിനി നായിഡു. Now you are in India, you are in India. അയ്യോ, അച്ഛനും അമ്മയും അവരമ്പലത്തില് പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് മുങ്ങി. ആ ഒരു കാര്യം പറയണ്ടേ, അവള് ബാത്റൂമിൽ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പുറത്തുനിന്ന് പൂട്ടി. വാ. എന്താ എന്റെ സമ്മാനം പിറന്നാളിന്. ഓഹോ, വിചാരിച്ച പോലെയല്ല, ബുദ്ധിയുണ്ട്. പക്ഷേ മനസ്സിലിരിപ്പ് വെളിവാക്കാൻ ഇങ്ങനൊരു ഗിഫ്റ്റ് വേണ്ടായിരുന്നു. ഹൈ ഹീൽ ഷൂ, ബുൾവർക്കർ, ഫെയർ ആൻഡ് ലവ്ലി. 6 അടി പൊക്കവും വിരിഞ്ഞ നെഞ്ചും വെളുത്തു ചുവന്ന ആപ്പിൾ പോലെ മുഖമുള്ള ഒരാളാ മാലുവിന്റെ മനസ്സില്, അല്ലേ? അതുകൊണ്ടൊന്നും എനിക്കും അങ്ങനെ ആവാൻ പറ്റില്ല. വിരിഞ്ഞ നെഞ്ചില്ലെങ്കിലും മാലുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക്. മുഖം പോലും നോക്കാതെ നിന്റെ കഴുത്ത് താലി കെട്ടിയ എനിക്ക് തന്നെ കിട്ടണം. ഞാനല്ല ഇതൊന്നും വാങ്ങിയത്, കൈമൾ മാഷിന്റെ കയ്യില് പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ചതാ. അതിനകത്ത് എന്താന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. അയ്യേ, എന്താ ഇത്? കറിയാ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കൈമൾ മാഷ്കുള്ളത് ഞാൻ കൊടുത്തോളാം, എനിക്കുള്ളത് വേണ്ട. എന്തിനാ ഈ അമാന്തം? ഇന്നു മുതൽ ഞങ്ങൾ മാതാപിതാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. സത്യം 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 സത്യം. എന്റെ ബർത്ത്ഡേ ആക്കിയവനെ കാണിച്ചുതരാം. എന്താടാ ഒരു ശബ്ദം കേട്ടെ? മുത്തശ്ശി, മുത്തശ്ശി ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. എന്താടാ? മടിയായില്ലേ? ഓ, വിടില്ല, ഞാൻ ഉമ്മ തരാതെ ഞാൻ വിടില്ല. വൃത്തികെട്ടവൻ. എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കയറി പിടിച്ചെന്നേ, അവളാണെന്ന് വിചാരിച്ച്. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവന്റെ മുറി കയറി ചെല്ലും? എന്താ എന്തെങ്കിലും സാധനം കളഞ്ഞു പോയോ?
അതെ. അല്ല, അത് ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ എവിടെ വെച്ചു. എവിടെയാവോ? അമ്മ അടുപ്പിന്റെ അടുത്തെങ്ങാനും കണ്ടോ ഏട്ടൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്? അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വരുന്നതിന് തൊട്ട് മുമ്പ് കൊടയും പിടിച്ചോണ്ട് ഇറങ്ങിപ്പോയി. എവിടെ പോയോ? എന്തിനാ ഏട്ടാ ഈ ഓന്ത് മൂക്കുപടി വലിച്ചു പോലെ നടക്കുന്നേ? ഓന്ത് നിന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ഛനെ ഏടത്തിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കുക. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. എന്തായി?